നമസ്കാരം എല്ലാവർക്കും. ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു വോയിസ് ആയിട്ട് വരുന്നത്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന്. പക്ഷേ അത് ആദ്യമൊക്കെ വിചാരിച്ച് ഒരുപാട് പ്രയാസമാണ്. പക്ഷേ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്താണ് എൻ്റെ അടുത്ത് പിന്നെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് എനിക്ക് പറഞ്ഞു തന്നെ. അത് നമ്മുടെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഫോണിൽ ഓൾറെഡി ലിങ്ക് ആണല്ലോ. അപ്പോൾ അതിൽ യൂട്യൂബ് എടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുകയില്ല. അപ്പോൾ അങ്ങനെ വെറുതെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ. പിന്നെ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. പക്ഷെ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഒന്നും കൂടെ ഞാൻ അതിനകത്തോട്ട് ഇങ്ങനെ ആക്റ്റീവായിട്ട് വന്നിട്ടുള്ളത്. ഈയിടെ തന്നെ ഈ ഒരു 1 വീക്കിനുള്ളിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെപ്പോലെ ഇതേപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിച്ച് ബാക്കിലോട്ട് നിൽക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനൽ തുടങ്ങിക്കൊള്ളാം. കാരണം നമ്മൾ ഒന്നിനും വേണ്ടി നമ്മുടെ സമയം മാറ്റി വയ്ക്കേണ്ട. കഴിഞ്ഞു ഇന്ന് അതും തുടങ്ങിയില്ല, ഇന്ന് തുടങ്ങി, അന്ന് തുടങ്ങിയിരുന്നെങ്കിൽ ഒരുപാട് നന്നായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇനിയെങ്കിലും തുടങ്ങുക. ഇനിയെങ്കിലും തുടങ്ങാതിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ. പിന്നെന്താ പറയുക, പിന്നെ രസമാണ് നമുക്കിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ വ്യൂസ് കാണാനും, എത്ര വ്യൂസായി, പിന്നെ എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് അറിയാനൊക്കെ നല്ലൊരു രസമല്ലേ. പിന്നെ അതിനേക്കാൾക്ക് ഉപരി ഇത് റീച്ചായി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് റവന്യൂ വരും. അപ്പോൾ റവന്യൂ ഒക്കെ വന്ന് തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല അടിപൊളിയായിരിക്കുമെന്ന് ലൈഫ്. പിന്നെ ഒന്നും നോക്കണ്ട, കുറേ പ്രഷർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബിൽ ഓരോന്നിങ്ങനെ നോക്കി കാണുന്നത് ജസ്റ്റ് റിലാക്സേഷന് വേണ്ടി. പക്ഷേ അവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെയൊരു റിലാക്സേഷനായി അത് കാണുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് എന്നൊക്കെ അവരാലോചിക്കുന്നതൊന്നും കൂടെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ പിന്നെന്താ പറയുക, വെറും തുടങ്ങി. പക്ഷേ അതൊരു സംഭവത്തിന് വേണ്ടി നമുക്ക് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു റവന്യൂ വരും എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് തുടങ്ങുന്ന ഒരു ചാനലായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള കണ്ടൻറ്റുകളൊക്കെ ഇട്ട് നല്ല വീഡിയോസൊക്കെ ക്ലിക്കാവാൻ വേണ്ടിയിട്ടൊക്കെ പ്രയത്നിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്താ പറയുക, നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെയൊക്കെ ആഗ്രഹങ്ങൾ ഒരുപാടാണ്. പക്ഷേ ആരും ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നും പ്രയത്നങ്ങളില്ലെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലെവിടേക്കുണ്ട് ഇത് തന്നെ. എനിക്കിപ്പോൾ ഇഷ്ടംപോലെ ആയി ഇത് തുടങ്ങിയിട്ട് ഒരുപാട് ആഗ്രഹമാണ്. പക്ഷേ എന്തിനു വേണ്ടി എന്താണെന്ന് അറിയില്ല. വെറുതെ തുടങ്ങാനൊരു മടി പിടിച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനൊക്കെ വേണ്ടി ഇത്രയും മടി പിടിക്കേണ്ട ആവശ്യമുണ്ടോയെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ കാണുന്ന എല്ലാവരും ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് അതേപോലെ തുടക്കക്കാരായിട്ടുള്ള വേറെ ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ ഇതിനകത്ത്. അപ്പോൾ അവരൊക്കെ സപ്പോർട്ട് ചെയ്യാം, തിരിച്ചതേപോലെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഏറ്റവും ഉപരി ഇത് തുടങ്ങാമെന്ന് ആഗ്രഹിച്ചിട്ട് തുടങ്ങാതെ ഇപ്പോഴും തുടങ്ങാതെ നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടാൽ മാത്രം മതി. പിന്നീട് നിങ്ങളിങ്ങനെ കയറി അങ്ങ് പൊക്കോളും. വീഡിയോസൊക്കെ ജസ്റ്റ് നമുക്കിഷ്ടമുള്ള ഓരോരോ വീഡിയോസൊക്കെ ഇടുക. സിമ്പിളായിട്ട് ഷോർട്സൊക്കെ എടുത്താൽ മതി. ആദ്യം എടുത്തിട്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ അഡ്വൈസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. പക്ഷേ അങ്ങനെ എന്നെപ്പോലെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ലാഗായി അങ്ങനെ എവിടെയും കയറി വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. തുടക്കക്കാർക്ക് വേണ്ടി മാത്രം. അല്ലാത്തവരൊക്കെ ചിലപ്പം കണ്ട് ചിരിക്കുന്നുണ്ടാവും, തുടങ്ങി എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന്. ശരിയാ, അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം എന്താ പറയുക, അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ ജോലിയുടേതായിട്ടുള്ളൊരു കാര്യങ്ങൾ നമുക്കുണ്ടാവും. അതിനിടയ്ക്ക് ഫാമിലിയുടെ റിലേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് ചെയ്യണം. എല്ലാം കഴിഞ്ഞ് ചെറിയൊരു സമയം, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യാം. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും ഒരു 1-2 വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് റീച്ചൊക്കെ ചിലപ്പോൾ കിട്ടിക്കോളണമെന്നൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് കിട്ടിക്കോളും. കിട്ടുന്ന സമയത്തുള്ള റീച്ച് വരട്ടെ, അത്രയേ ഉള്ളൂ. എല്ലാവരും ഇതിനെ വലിയ സംഭവമായിട്ട് നമ്മളിങ്ങനെ ടെൻഷൻ ചെയ്യോ റീച്ച് കിട്ടിയില്ല, അയ്യോ ഫോളോവേഴ്സ് വന്നില്ല, സബ്സ്ക്രൈബേഴ്സ് വന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് എൻ്റെ മുന്നിൽ. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാനിടയ്ക്കൊക്കെ എടുത്ത് നോക്കൂട്ടോ. സ്റ്റുഡിയോ പോയിട്ട് ജസ്റ്റ് ഇതേപോലെ ഞാൻ സ്റ്റുഡിയോ ഇപ്പോൾ എടുത്താണ് കേട്ടോ. എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ ഉണ്ടെന്ന് പോലും. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ
യൂട്യൂബിലേക്ക് ഇത് വന്ന സമയത്ത് കുറേ ഞാനിങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അതായത് കുറേ പേര് പറയുന്ന യൂട്യൂബേഴ്സിനെ കുറിച്ച് എന്താണ് എങ്ങനെയെന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ ഓരോരുത്തർ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനകത്ത് കുറേ പേര് പറയുന്ന ഒരു സംഭവമാണ് യൂട്യൂബിൽ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ വ്യൂസും റീച്ചും കിട്ടുന്നത് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അതെന്തൊരു സ്റ്റുഡിയോ, യൂട്യൂബ് സ്റ്റുഡിയോ അങ്ങനെ ഉണ്ടോ? അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇതേപോലെ ഇപ്പോൾ ഓരോരുത്തർ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കിയപ്പോൾ സംഭവമുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് 1-2 വീഡിയോസൊക്കെ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ അറിയില്ല, ചിലപ്പോൾ ആയി വരുന്നുണ്ടാവുക. പക്ഷേ എനിക്ക് ഡയറക്റ്റ് യൂട്യൂബിലൂടെ പോസ്റ്റ് ചെയ്തപ്പോഴാണ് വ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. സ്റ്റുഡിയോയിലും അങ്ങനെ വന്നിട്ടില്ല. മേ ബി ഇനി വരാം എന്ന് വിചാരിക്കുന്നു. കാരണം സമയമുണ്ടല്ലോ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇല്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ വന്നോളും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യാൻ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിചാരിച്ചിട്ടില്ല. ഇതൊരു വോയിസായിട്ട് വന്നിട്ട് ഇങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒരു വോയിസ് ഫസ്റ്റ് ഇട്ടിട്ട് പിന്നെ പതുക്കെ വരാം വീഡിയോസൊക്കെ ആയിട്ട്. ജോലിയും കാര്യങ്ങൾക്കൊക്കെ ഇടയിൽ ഫ്രീ ആക്കാവുന്ന സമയത്ത് ഞാൻ എന്തായാലും വരും നിങ്ങളുടെ അടുത്തോട്ട്. നിങ്ങളും എൻ്റെ അടുത്തോട്ട് വരണേ, വരാതിരിക്കരുത് കേട്ടോ. ഓക്കെ, പിന്നെന്തൊക്കെയാണ് വരാം. അപ്പോൾ ഇതാണ് സംഭവങ്ങൾ. അപ്പോൾ എല്ലാവരും തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടേക്കാം. വെറുതെ ഒരു റിലാക്സേഷൻ. ഒന്നും ഞാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പഴയ വീഡിയോസ്, നമുക്ക് ഒരുപാട് ഏജൊക്കെ ആവുന്ന സമയത്ത്, മക്കളും പേരക്കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോസൊക്കെ എടുത്ത് മക്കൾക്കും പേരക്കുട്ടികൾക്കും കാണിച്ചു കൊടുക്കാമല്ലോ. അന്ന് ഞാൻ ഇങ്ങനെയായിരുന്നത്, എങ്ങനെ എന്തായിരുന്നു ചോദിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ പ്രായമാകുന്ന സമയത്തൊക്കെ നമുക്ക് കണ്ടറിയാം. ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം.